സ്വബാഹുൽ ഖൈർ. കൈഫൽ ഹാൽ. കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാ? കൈഫൽ ഹാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമാണോ? എന്താ മറുപടി പറയേണ്ടത്? സയ്യിൻ അൽഹംദുലില്ലാ. ഒന്നുകൂടി പറഞ്ഞേ. സയ്യിൻ അൽഹംദുലില്ലാ. കൈഫൽ ഹാൽ മക്കൾ പറഞ്ഞേ. സയ്യിൻ അൽഹംദുലില്ലാ. സയ്യിൻ അൽഹംദുലില്ലാ. പിന്നെ എപ്പോഴും ടീച്ചർ കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ സയ്യിൻ അൽഹംദുലില്ലാ എന്ന് മറുപടി പറയണം. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ എന്തോ പഠിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്. അറബി അക്ഷരങ്ങളല്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് റെഡിയായിരുന്നേ. ടീച്ചർ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന അക്ഷരങ്ങളൊക്കെ പറയാൻ ഇരുന്നില്ലേ? ഒന്ന് റെഡിയായില്ല എല്ലാവരും? ഓക്കെ. ഫസ്റ്റ് അക്ഷരം ഏതാണ് അറബിയിലെ ഫസ്റ്റ് അക്ഷരം? അലിഫ് അല്ലേ? അലിഫ് എല്ലാവർക്കും അറിയാം. ഇനി നമുക്കതിനെ ആദ്യം ഫതഹിട്ടിട്ടും പിന്നെ ലമ്മിട്ടിട്ടും പിന്നെ കസ്റിട്ടിട്ടും നോക്കാം. ആ ഉ ഈ. അടുത്ത അക്ഷരം ഏതാണ്? ബാ അല്ലേ? ബാ ബു ബി. അടുത്ത അക്ഷരോ താ. ഓരോ അക്ഷരത്തിൻ്റെയും കുത്തുകൾ ശ്രദ്ധിക്കണം കേട്ടോ. താ തൂ തീ. അടുത്തത് സാ സാ സൂ സീ. ഇതേതാക്ഷരം? നിങ്ങൾ പറ. ജീം. ഓക്കെ. വായിച്ചോ. ജാ ജു ജി. അടുത്തത് ഏതാക്ഷരം? ജീമിൻ്റെ കുത്ത് പോയി. അപ്പോൾ ഹ ഹ ഹു ഹി. അടുത്തത് ജീമിൻ്റെ കുത്ത് മുകളിലേക്ക് വന്ന് നിന്ന്. അപ്പോൾ ഹ. എങ്ങനെ വായിക്കുക? ഹ ഹു ഹി. ഈ മൂന്നക്ഷരവും നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ജീമ് ഹ ഹ. അടുത്ത അക്ഷരം എന്താണ് മക്കളെ? വായിച്ചോ. ദാൽ അല്ലേ? അപ്പോൾ ഫതഹും കസ്റൊക്കെ ഇട്ടാൽ ദാ ദൂ ദീ. അടുത്തത് ദാലിൻ്റെ മുകളിൽ ഒരു കുത്തിട്ട് നോക്കാം. അപ്പോഴെന്താ വായിക്കല്? ദാൽ ദാൽ. ഫതഹും കസ്റും ഇട്ടിട്ട് ദാ ദൂ ദീ. അടുത്തത് ഏതാക്ഷരം മക്കളെ? റുമ്മാൻ്റെ റുമ്മാൻ്റെ റാ അല്ലേ? റാ. ഫതഹും കസ്റൊക്കെ ഇട്ട് എങ്ങനെ വായിക്കും? റാ റൂ റീ. അടുത്തത് റാൻ്റെ മുകളിൽ ഒരു കുത്തിട്ട് എന്താ വായിക്കുക? സായ് സായ്. സാ എന്നൊന്നും വായിക്കാൻ പാടില്ല. സായ്. ഫതഹും കസ്റും ഇട്ടിട്ട് സാ. ടീച്ചർ കൂടെ വായിക്കുന്നില്ലേ? സു. വായിച്ചോ. സി. അടുത്ത അക്ഷരം ഏതാണ് മക്കളെ? സീൻ. സിഞ്ചാബിൻ്റെ അല്ലേ? സീൻ. അപ്പോൾ സീന് ഫതഹും കസ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് നോക്കാം. മക്കൾ വായിച്ചോ. സാ സു സി. അടുത്ത അക്ഷരം സീൻ്റെ മുകളിൽ 3 കുത്തിട്ടാൽ എന്താ വായിക്കുക? ഷീൻ. വായിച്ചോ. ഷാ ഷൂ. ടീച്ചർ കൂടെ വായിക്കേ. ഷീ. അടുത്ത അക്ഷരം സ്വാദ്. പറഞ്ഞെല്ലാവരും. സ്വാദ്. വായിച്ചോ. സ്വാ സു സ്വി. സാന്ന് വായിക്കാൻ പാടില്ലേ? സ്വാ സ്വാ സു സ്വി. അടുത്തത് നമുക്ക് സ്വാദിൻ്റെ മേലെ ഒരു കുത്തിട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വായിക്കും? ലാദ് ലാദ്. മക്കൾ വായിച്ചേ. ലാ. വായിച്ചോ. ലൂ ലീ. അടുത്ത അക്ഷരം ത്വാ. ഇതിന് ഫതഹും ലമ്മും കസ്റൊക്കെ ഇട്ട് വായിച്ചേ. ത്വാ തു ത്വി. ഇത് നമുക്ക് ത്വാൻ്റെ മുകളിലൊരു പുള്ളി വെച്ച് കൊടുക്കാം അല്ലേ? വെച്ച് കൊടുത്തോ? ഇപ്പം എന്ത് വായിക്കും? ല ല. അടുത്ത് വെച്ച് ല ലു ലി.
ലോ ലു ലി. അടുത്ത അക്ഷരം ഐൻ. ഐൻ ഐൻ ഐൻ. ഫത്ത് ഫിംഗേഴ്സ് ഇട്ടിട്ട് എങ്ങനെ വായിക്കും? ആ ഉ ഇ. ആ ഉ ഈ എന്നൊന്നും വായിക്കാൻ പാടില്ല. ആ ഉ ഇ. അടുത്തതോ അതിൻ്റെ മേലെ ഒരു പുള്ളിയിട്ട് അല്ലേ? നമ്മൾ മിക്ക അക്ഷരങ്ങളും അങ്ങനെ ആദ്യം പുള്ളിയിട്ട് ആദ്യം പിന്നെ പുള്ളിയിട്ടിട്ടും. അതിൻ്റെ മേലെ പുള്ളിയിട്ടാൽ ഓയിൻ. ഓയിൻ. റ റു റി. റ റു റി. കുറേ പ്രാവശ്യം പറഞ്ഞു നോക്കാം കേട്ടോ ടീച്ചറുടെ കൂടെ തന്നെ. റ റു റി. അടുത്ത അക്ഷരം ഏതാണ് മക്കളെ? ഫാ. ഫനസിൻ്റെ അല്ലേ? ഓർമ്മയില്ലേ ഫനസൊക്കെ? ഫാ. ഫാ. ഫത്ത് ഫിംഗേഴ്സ് ഇട്ട് എങ്ങനെ വായിക്കും? ഫ ഫു ഫി. ഫനസും ഫീലും ഒക്കെ ഓർമ്മയില്ലേ? അടുത്ത അക്ഷരം ഏതാ? ഏതാണ് പറഞ്ഞോ? ഖാഫ്. എങ്ങനെ വായിക്കുക? ഖാഫ്. കാഫ് എന്നൊന്നും പറയാൻ പാടില്ല. ഖാഫ്. നമ്മൾ തൊണ്ടയിൽ നിന്നാണ് ആ അക്ഷരത്തിൻ്റെ സൗണ്ട് വരേണ്ടത്. ഖാഫ്. വായിച്ചേ. ഖാ ഖു ഖി. ലഖ് ലഖ്. അതിന് ഖായാണ് അല്ലേ? ഖിർദ്. ഓർമ്മയില്ലേ? ഖാ ഖു ഖി. അടുത്ത അക്ഷരം ഏതാ മക്കളെ? ഇതെല്ലാവർക്കും അറിയാല്ലേ? നമ്മൾ ആദ്യം പഠിച്ച അക്ഷരമല്ലേ? ഏതാണ്? പറഞ്ഞോ? ലാം അല്ലേ? നമുക്കിതിന് ഫത്തഹും കസറൊക്കെ ഇട്ട് നോക്കാം. വായിച്ചോ? ലാ. ശരി തന്നെ, വായിച്ചോ? ലു ലീ. അടുത്തത് മീം അല്ലേ? മീം. ഫത്തഹും കസറിട്ട് വായിച്ചേ. മാ. ഒച്ചത്തിൽ വായിക്കേ. മു മീ. അടുത്ത ഏതക്ഷരം? നൂൻ. നാ നൂ നീ. ടീച്ചറുടെ കൂടെ എല്ലാ മക്കളും വായിക്കുന്നില്ലേ? അടുത്ത അക്ഷരം ഏതാ? ഹാ അല്ലേ? ഹാ. ഇങ്ങനെ വായിക്കും. ഹാ ഹു ഹി. നമ്മുടെ വായിൽ നിന്ന് ഒരു കാറ്റിങ്ങനെ പുറത്തേക്ക് പോകണം ഹാ എന്നുള്ള അക്ഷരം പറയുമ്പോൾ. ഹാ ഹു ഹി. അടുത്ത അക്ഷരം വാവ്. എങ്ങനെ വായിക്കും? വാ വു വി. വാ വു വി. അടുത്തത് അവസാനത്തെ അക്ഷരം ഏതാണ്? യാ. യാ. ഇങ്ങനെ വായിക്കും ഫത്തഹും കസറും ഇട്ടിട്ട്. യാ യു യി. യാ യു യി. അറബിയിലെ എല്ലാ അക്ഷരങ്ങളും എല്ലാവരും പഠിച്ചില്ലേ? ഇനി ആരെങ്കിലും ഉണ്ടോ പഠിക്കാൻ ബാക്കിയുള്ളവർ? ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അടുത്ത ആഴ്ച നമുക്ക് 2ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് തുടങ്ങേണ്ടതാണ്. അപ്പോൾ 2ാം ക്ലാസ്സിലെ ടെക്സ്റ്റൊക്കെ വായിക്കണമെങ്കിൽ അക്ഷരങ്ങളൊക്കെ അറിയണം. അപ്പോൾ ഈ ഒരാഴ്ചയും കൂടി നിങ്ങൾക്ക് അക്ഷരം പഠിക്കാനുള്ള സമയമാണ്. എല്ലാവരും അക്ഷരങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, എന്നാൽ ടീച്ചർ ക്ലാസ് നിർത്തിയാണ്. ശുക്രൻ.